പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ച മിന്നൽ പിണർ പോലെയുള്ള ആയുധങ്ങളുണ്ട്. റഫാൽ യുദ്ധവിമാനങ്ങളും സ്കാൽപ് മിസൈലും ഹമ്മർ ബോംബുകളുമാണ് ഇന്ത്യ ഈ ആക്രമണത്തിനായി ഓപ്പറേഷൻ സിന്ദൂറിനായി ഉപയോഗിച്ചത്. അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വഹിക്കാൻ കഴിയുന്ന റഫാൽ ത്രിതല ശേഷിയുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനമാണ്. അതിർത്തി കടക്കാതെ മിനിറ്റുകൾ കൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ ചാരമാക്കിയ സ്കാൽപ് മിസൈലുകളുടെയും ഹാമറിന്റെയും പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. സ്കാൽപ് മിസൈൽ, നമ്മൾ ഇന്ന് ആ പേര് കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വന്നത്. ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന വിദേശ നിർമ്മിത ക്രൂയിസ് മിസൈലുകളാണ് സ്കാൽപ് മിസൈലുകൾ. അതിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 300 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനം കൃത്യതയോടെ തകർക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ റഡാറിൽ പെടാതെ താഴ്ന്നു പറക്കാനും കഴിയുന്നവയാണ് സ്കാൽപ് മിസൈൽസ്. അതുകൊണ്ടാണ് ലക്ഷ്യം ഭേദിച്ച സ്കാൽപ് മിസൈലുകൾക്ക് കൃത്യമായി എവിടെയാണോ സ്പോട്ട് ചെയ്തത് അവിടെ ആ ആക്രമണം പൂർത്തിയാക്കാൻ സാധിച്ചത്. സ്കാൽപ് മിസൈലിന് ഏകദേശം 1300 കിലോയോളം ഭാരം വരും. അതിന്റെ ബോഡി 48 സെന്റിമീറ്റർ വ്യാസമുള്ളതാണ്. ചിറകുകൾക്ക് 304 സെന്റിമീറ്റർ വലിപ്പവുമാണ് സ്കാൽപ് മിസൈൽസിനുള്ളത്. പോർ വിമാനങ്ങളിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് വിക്ഷേപിക്കുന്നവയാണ് സ്കാൽപ് മിസൈലുകൾ. ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ സ്വയം നശിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല. അതായത് തൊടുത്താൽ ലക്ഷ്യത്തിലേക്ക് പോകും, ആ ലക്ഷ്യമല്ലാതെ മറ്റൊരിടത്തേക്കും പോകില്ല. GPS-ഉം ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കിയാണ് മിസൈൽ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. 2003 ഇറാഖ് യുദ്ധം, 2011 ലിബിയയിലെ സൈനിക നടപടി, സിറിയയിലെ IS ഭീകരർക്ക് നേരെ ഉണ്ടാക്കിയ ആക്രമണം, അവിടെയെല്ലാം ഉപയോഗിച്ചത് നമ്മളിപ്പോൾ പ്രയോഗിച്ച ഇതേ സ്കാൽപ് മിസൈലാണ്. റഷ്യക്കെതിരെ യുക്രൈനും സ്കാൽപ് മിസൈൽ പ്രയോഗിച്ചിരുന്നു. എന്തായാലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിനും ഉപയോഗിച്ചിരിക്കുന്നത് സ്കാൽപ് മിസൈലാണ്. ബ്രിട്ടീഷ് എയറോസ്പേസും ഫ്രഞ്ച് കമ്പനിയായ മാട്രയും ചേർന്നാണ് ഈ സ്കാൽപ് മിസൈൽ വികസിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ സ്റ്റോം ഷാഡോ എന്നും ഫ്രാൻസിൽ സ്കാൽപ് EG എന്നും വിളിക്കുന്നു ഈ സ്കാൽപ് മിസൈലുകളെ. അടുത്തത് നമ്മുടെ ആയുധം ഹാമർ ബോംബുകളായിരുന്നു. ഹാമർ ബോംബുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുക്കാവുന്ന 70 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള അത്യാധുനിക ആയുധമാണ്. അതിനെയാണ് നമ്മൾ ഹാമർ ബോംബ് എന്ന് വിളിക്കുന്നത്. ദൂരെ നിന്ന് കൃത്യതയോടെ ബങ്കറുകൾ, ബഹുനില കെട്ടിടങ്ങൾ അതൊക്കെ തകർക്കാനുള്ള ശേഷിയാണ് ഹാമർ ബോംബ് നമുക്ക് ഈ ആക്രമണത്തിന് ഉപകാരപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഹാമർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ്? GPS, ഇൻഫ്രാറെഡ്, ലേസർ രശ്മികൾ അവയുടെ സഹായത്താലാണ് ഈ ഹാമർ ബോംബുകൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലൈഡ് ബോംബ് എന്നും ഹാമർ ബോംബിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഗ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം. നിർമ്മിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ ആണ്. GPS-ഉം ഇൻഫ്രാറെഡ് രശ്മികളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഹാമർ ബോംബുകൾക്ക് ഉള്ളത്. യുദ്ധവിമാനങ്ങൾക്ക്, റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് ഓരോന്നിനും 2 സ്കാൽപ് മിസൈലുകളും 6 ഹാമറുകളും വഹിക്കാൻ കഴിയും. അങ്ങനെ റഫാലും ഹാമറുകളും സ്കാൽപ് മിസൈലുകളും ചേർന്ന ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. അതാണ് ഇന്ന് പുലർച്ചെ 1:05 മുതൽ 1:30 വരെ പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിൽ നടന്നതും പാകിസ്ഥാനെ വിറപ്പിച്ചതും.